ഇനി നമ്മൾ 14ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ലെറ്റ് ഐ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3dx ബൈ 4x പ്ലസ് 6 ഇൻറ്റു റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 8x പ്ലസ് 3 ആൻഡ് ഐ ഓഫ് 0 ഈക്വൽ ടു റൂട്ട് 3 ബൈ 4 പ്ലസ് 20 if I of 1 by 2 equal to a root 2 by b plus c where a, b, c belongs to n natural numbers ആണ്. then GCD of a and b 1 ആയിരിക്കണം. then a plus b plus c എത്രയാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത് നമ്മൾ കണ്ടിട്ടുള്ളൊരു ഫോമാണ്. അതായത് ഇവിടെ ഒരു ലീനിയർ എക്സ്പ്രഷൻ, ദെൻ ഇതിനകത്ത് റൂട്ടിനകത്തൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റെഡി അല്ലേ മക്കളെ? സോ അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇത് ഐ ഓഫ് എക്സ്, ഓക്കെ, ഐ ഓഫ് എക്സ് ഈക്വൽ ടു ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു 3dx ഡിവൈഡഡ് ബൈ നമുക്ക് 4x പ്ലസ് 6 ഉണ്ട്. ദെൻ റൂട്ട് ഓഫ് അകത്തുള്ളത് 4x സ്ക്വയർ പ്ലസ് 8x പ്ലസ് 3 ആണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ 4x പ്ലസ് 6നകത്ത് നിന്ന് ഒരു 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. റെഡി അല്ലേ? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്കിതിനെ. 3dx ദെൻ ഞാൻ 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഇത് നമുക്ക് 2x പ്ലസ് 3 എന്ന് വരും. ഇനി ഇതിനകത്ത് നോക്കിയേ 4x സ്ക്വയർ പ്ലസ് 8x പ്ലസ് 3 ആണ്. അതിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതാക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2x പ്ലസ് 2 ദെൻ ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ 2 × 2 4 എന്നുള്ള 8 ദെൻ 2 സ്ക്വയർ മൈനസ് 1. യെസ്, കറക്റ്റ് ആണ്. നമുക്കത് ഈസി ആയിട്ട് അത് എഴുതാനായിട്ട് പറ്റി. ക്ലിയർ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്ക് ആദ്യം ഈ 2x പ്ലസ് 2ന് ഞാൻ എന്ത് കൊടുക്കുന്നു, u എന്ന് കൊടുക്കുന്നത്. u ഈക്വൽ ടു 2x പ്ലസ് 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് du എത്ര കിട്ടും? 2x 2 ദെൻ എക്സിൻ്റെ dx വരും. ഓക്കെ, 2dx കിട്ടും. സോ ഇവിടെ നമുക്ക് എത്ര കിട്ടും? dx ഈക്വൽ ടു നമുക്ക് du ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 2x പ്ലസ് 3 ആ. 2x പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2x പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 2 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ 2x പ്ലസ് 2 u ആണെങ്കിൽ ഇത് u പ്ലസ് 1 ആകും. റെഡി? അപ്പോൾ നമുക്കിതിനെ റീപ്ലേസ് ചെയ്ത് എങ്ങനെ കൊടുക്കാം? 3 നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഞാൻ അങ്ങനെ എഴുതിയിട്ട് കൊടുക്കാം കേട്ടോ, ഇനി കൺഫ്യൂഷൻ വേണ്ട. ഇത് 2 × 2x പ്ലസ് 3 നമുക്ക് എങ്ങനെ എഴുതാം? u പ്ലസ് 1 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് റൂട്ട് ഓഫ് എത്ര കിട്ടും നമുക്ക്? u സ്ക്വയർ മൈനസ് 1 ദെൻ dx മാറിയില്ലേ, dx ഒക്കെ പോയി നമുക്ക് കേട്ടോ. dx ഇപ്പം എന്താണ്? dx du ബൈ 2 ആണ് കേട്ടോ. അപ്പോൾ du ബൈ 2. സോ ഈ 2ഉം ഈ 3യും നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/4 ഇൻ്റഗ്രൽ du ഡിവൈഡ് ബൈ u പ്ലസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് u സ്ക്വയർ മൈനസ് 1 അത് കിട്ടും. റെഡി അല്ലേ? നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത്രയും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇനി നമുക്കിത് ചെയ്യാൻ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ചെയ്ത് എടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഐ ഓഫ് എക്സ് ആണ് കേട്ടോ. ഐ ഓഫ് എക്സ് ആണ് നമുക്ക് ഉള്ളത്. അത് നമ്മൾ സോൾവ് ചെയ്യണം. എന്നിട്ട് ഐ ഓഫ് 0 നമുക്ക് ഇതെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഐ ഓഫ് 1/2 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഐ ഓഫ് എക്സ് നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇനി ബാക്കിയും കൂടെ നമുക്ക് ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ ഇതൊന്നും കൂടെ ചെയ്യാനായിട്ട് ഞാനിവിടെ u പ്ലസ് 1നെ ഞാൻ u പ്ലസ് 1 ഞാൻ 1/t എന്ന് കൊടുത്താൽ എനിക്ക് ഇവിടുന്ന് u ഈക്വൽ ടു 1/t മൈനസ് 1 എന്ന് കിട്ടും. സോ du ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടും? മൈനസ് 1/t സ്ക്വയർ ഇൻറ്റു dt എന്ന് കിട്ടും. റെഡി? അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയത്? നമ്മുടെ ഈ ഫോർമാറ്റ് ഒന്ന് നോക്കി. du ബൈ ഏത് ഫോർമാറ്റ് വരുന്നത്? ഇൻ്റഗ്രൽ du ബൈ u പ്ലസ് k ഇൻറ്റു റൂട്ട് ഓഫ് u സ്ക്വയർ മൈനസ് 1 എന്നുള്ള ഫോർമാറ്റാണ് അല്ലേ? സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇത് u പ്ലസ് k ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ u പ്ലസ് 1 ഈക്വൽ ടു 1/t എടുത്ത് എനിക്ക് du ഈക്വൽ ടു മൈനസ് 1/t സ്ക്വയർ dt എന്ന് കൊടുക്കാൻ പറ്റും. സോ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനകത്തോട്ട് ഇത് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിനെയും കൂടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് സിമ്പിളായിട്ട് ഞാനൊന്ന് എഴുതാം കേട്ടോ. u സ്ക്വയർ മൈനസ് 1നെ നമുക്ക് u സ്ക്വയറിന് പകരം നമുക്ക് 1/t മൈനസ് 1/t മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1 അത് നമുക്ക് എന്ത് കിട്ടും? 1/t സ്ക്വയർ മൈനസ് 2t പ്ലസ് 1 മൈനസ് 1. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 1 മൈനസ് 2t ബൈ ടി സ്ക്വയർ ഇത് നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് 2t ബൈ ടി എന്ന് കിട്ടും. റെഡി? അപ്പോൾ നമുക്കിവിടെ ഐ ഓഫ് എക്സ് എത്ര കിട്ടും? ഐ ഓഫ് എക്സ് ഈക്വൽ ടു 3/4 ഇൻ്റഗ്രൽ മൈനസ് 1/t സ്ക്വയർ dt ഡിവൈഡ് ബൈ 1/t ദെൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 2t ബൈ ടി എന്ന് കിട്ടും. റെഡി അല്ലേ? സോ നമുക്ക് ഈ മൈനസ് പുറത്തെടുത്താൽ മൈനസ് 3/4 നമുക്ക് ഒന്നും കൂടി ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടി.
ഇവിടെയൊക്കെ ടി സ്ക്വയർ അത് കട്ടായി പോയി ദെൻ ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 2t എന്ന് കിട്ടും. ഇനി ചെയ്യാൻ എളുപ്പമല്ലേ? ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കാം. സോ -3/4 then minus 1/2t whole raised to 1/2 divided by -2 into 1/2 plus c എന്ന് വരും. സോ നമുക്കിവിടെ ഇത് 3/4 into root of 1 minus 2t plus c എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്കറിയാം നമുക്ക് t equal to 1/u plus 1 അല്ലേ? t equal to 1/u plus 1 സോറി ശരിയാ, നമുക്കിതിന് ടി ഈക്വൽ ടു 1/u plus 1. ഓക്കെ, സോ അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? i of xi ഈക്വൽ ടു 3/4 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ടി ഡിവൈഡ് ബൈ 1/u plus u plus 1 എന്ന് പറയുമ്പോൾ 2x plus 3 ആവും, അതായത് 2x plus 2 plus 1. ഓക്കെ, റെഡി. നമ്മൾ ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സോൾവ് ചെയ്താൽ നമുക്ക് 3/4 ദെൻ ഇവിടെ 2x plus 1 ഇവിടെ നമുക്ക് 2x plus 3 plus c എന്ന് കിട്ടും. ദെൻ ഐ ഓഫ് 0 നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് വാല്യൂ. അപ്പോൾ ഞാൻ 0 ഇട്ട് കൊടുക്കുമ്പോൾ 3/4 ഇത് നമുക്ക് എത്ര കിട്ടും മക്കളെ? 1/3 കിട്ടും. റൂട്ട് 1/3 പ്ലസ് സി ദാറ്റ് ഈസ് 3/4 റൂട്ട് 3 പ്ലസ് സി എന്ന് കിട്ടും. സോ നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്കിത് റൂട്ട് 3/4 പ്ലസ് സി എന്ന് കിട്ടും. ക്വസ്റ്റിനകത്ത് നോക്കി ഐ ഓഫ് 0 നമുക്ക് തന്നിരിക്കുന്നത് എന്താ? റൂട്ട് 3/4 പ്ലസ് 20 അല്ലേ? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും മക്കളെ? ഐ ഓഫ് 0 ഈക്വൽ ടു റൂട്ട് 3/4 പ്ലസ് 20 എന്നാണ്. സോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ ഇവിടെ നിന്ന് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? സി 20 കിട്ടി. സെറ്റ്. ഓക്കെ, സോ അപ്പോൾ നമുക്കിനിയും ഐ ഓഫ് 1/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 3/4 ദെൻ റൂട്ട് ഓഫ് 2 ഇൻറ്റു 1/2 പ്ലസ് 1 2 ഇൻറ്റു 1/2 പ്ലസ് 3 പ്ലസ് 20. ഓക്കെ, സോ ഇതപ്പോൾ നമുക്ക് 3/4 റൂട്ട് ഓഫ് 2/4 പ്ലസ് 20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3/4 റൂട്ട് 1/2 പ്ലസ് 20 എന്ന് കിട്ടും. റെഡി അല്ലേ? ഓക്കെ, അപ്പം നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ റൂട്ട് 2/4. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാം ഇത്. ഓക്കെ, അതല്ല നല്ലത്. 3/4 ഇൻറ്റു റൂട്ട് 2/2 പ്ലസ് 20. ഓക്കെ, സോ നമുക്ക് 3 റൂട്ട് 2 8 പ്ലസ് 20 എന്ന് കിട്ടും. റെഡി? കാരണം അതെന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഐ ഓഫ് 1/2 എ റൂട്ട് 2 ബൈ ബി പ്ലസ് സി എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? എ റൂട്ട് 2 ബൈ ബി പ്ലസ് സി. അപ്പം എ ഈക്വൽ ടു ഇവിടെ നമുക്ക് 3 കിട്ടും, ബി ഈക്വൽ ടു നമുക്ക് 8 കിട്ടും, സി നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. അപ്പം നമ്മളോട് പറഞ്ഞാൽ ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഈസ് 1 എന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, എ ആൻഡ് ബി ഈസ് 1. എയും ബിയും ജി സി ഡി ഓഫ് എ ആൻഡ് ബി നോക്കിയാൽ 3 8 അത് 1 ആണ്. സോ നമുക്ക് വേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ആണ് വേണ്ടത്. സോ 3 പ്ലസ് 8 പ്ലസ് 20 ആണ്. നമുക്ക് എത്ര കിട്ടും മക്കളെ? 31 എന്ന് കിട്ടും. സോ അതാണ് നമ്മളുടെ ആൻസർ. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ.